അരുണാചൽ പ്രദേശിലെ ഹോട്ടൽ മുറിയിൽ മലയാളികളെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കൂട്ടാളികളില്ലെന്ന് അന്വേഷണ സംഘം. വിചിത്രമായ മാനസികാവസ്ഥയിൽ 3 പേരും മരണം തിരഞ്ഞെടുക്കുകയായിരുന്നു. മരിച്ച 3 പേരുടെയും മൊബൈൽ ഫോൺ, ഇമെയിൽ ആശയവിനിമയങ്ങൾ പരിശോധിച്ച ശേഷമാണ് ഇത്തരമൊരു നിഗമനത്തിലേക്ക് എത്തിയതെന്ന് അന്വേഷണ സംഘ തലവൻ DCP നിതിൻ രാജ് വ്യക്തമാക്കി. കോട്ടയം സ്വദേശി നവീൻ തോമസ്, ഭാര്യയും തിരുവനന്തപുരം സ്വദേശിയുമായ ദേവി, ഇവരുടെ സുഹൃത്തും തിരുവനന്തപുരം വട്ടിയൂർക്കാവ് സ്വദേശിയുമായ ആര്യ എന്നിവരെയാണ് അരുണാചലിലെ സിറോ താഴ്വരയിലെ ഹോട്ടൽ മുറിയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 3 പേരുമായി ബന്ധമുള്ള 30ഓളം സുഹൃത്തുക്കളിൽ നിന്ന് ശേഖരിച്ച മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് പോലീസിന്റെ പുതിയ കണ്ടെത്തലുകൾ. പഠനകാലം മുതൽ ലോകാവസാനം ഉൾപ്പെടെയുള്ള വിശ്വാസങ്ങൾ നവീൻ പിന്തുടരുകയും അടുപ്പമുള്ളവരോട് ഇക്കാര്യങ്ങൾ പങ്കുവെക്കുകയും വാദിക്കുകയും ചെയ്തിരുന്നു. പ്രളയമുണ്ടായപ്പോഴും കോവിഡ് സമയത്തും താൻ പറഞ്ഞ സാഹചര്യത്തിലേക്ക് ലോകം എത്തുകയാണെന്ന വാദം നവീൻ ഉന്നയിച്ചു. മെഡിറ്റേഷൻ കാര്യങ്ങളിൽ ദേവിയെയും ആര്യയെയും നിർബന്ധിച്ചതും വിവിധ സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യാനും നിർബന്ധിച്ചത് നവീനാണ്. ഇക്കാര്യങ്ങളൊന്നും ആര്യക്കും ദേവിക്കും സംശയം തോന്നിയില്ല. മറ്റുള്ളവർ തങ്ങളുടെ ആശയങ്ങൾ അറിയാതിരിക്കാൻ നവീൻ പ്രത്യേകം ശ്രദ്ധ കാണിക്കുകയും ചെയ്തിരുന്നു. ഡയറിയിലെ പേജുകൾ കീറിക്കളയുകയും ലാപ്ടോപ്പിലെയും മൊബൈൽ ഫോണിലെയും വിവരങ്ങളും സന്ദേശങ്ങളും ഡിലീറ്റ് ചെയ്യാനും ശ്രമം നടത്തിയിരുന്നു. ഈ വിവരങ്ങൾ വീണ്ടെടുത്തതിലൂടെയാണ് നവീന്റെ ആശയങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭിച്ചത്. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. ആര്യയുടെയും ദേവിയുടെയും കൈഞ്ഞരമ്പ് മുറിഞ്ഞ നിലയിലായിരുന്നു. ശുചിമുറിയിൽ നിന്നാണ് നവീന്റെ മൃതദേഹം കണ്ടെത്തിയത്. മൂവരുടെയും ദേഹമാസകലം വ്യത്യസ്ത മുറിവുകളുണ്ട്. സന്തോഷത്തോടെ ഞങ്ങൾ പോകുന്നു, ഇനി ഞങ്ങൾ പോകുന്നു എന്ന കുറിപ്പും നാട്ടിൽ വിവരം അറിയിക്കേണ്ടവരുടെ നമ്പറും മുറിയിൽ നിന്ന് കണ്ടെത്തി. നവീൻ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ഇന്റർനെറ്റിൽ തിരഞ്ഞതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.